ഹായ് ഫ്രണ്ട്സ്, മൗനരാഗത്തിന്റെ പുതുപുത്തൻ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മനുവിന്റെ എല്ലാ കള്ളത്തരങ്ങളും രാഹുൽ മനസ്സിലാക്കിയിരിക്കുകയാണ്. എത്രയും വേഗം തന്നെ തന്റെ മകളുടെ ജീവിതത്തിൽ നിന്ന് മനുവിനെ ഒഴിവാക്കണമെന്ന് രാഹുൽ ചിന്തിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അവനെ പല വിധത്തിലും കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും മനു എല്ലാ അടവുകളും പഠിച്ചതുകൊണ്ട് തന്നെ മനു അതിലൊന്നും വീഴുന്നില്ല. അതേ സമയത്താണെങ്കിൽ തന്റെ മകളുടെ വയറ്റിൽ കിടക്കുന്ന ആ കുഞ്ഞിനെ ഇല്ലാതാക്കാനും രാഹുൽ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ താൻ വിചാരിച്ചതുപോലെ കാര്യങ്ങളൊന്നും മുന്നോട്ട് കൊണ്ടുപോകാൻ രാഹുലിന് സാധിക്കുന്നില്ല. മകളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ ഇല്ലാതാക്കാനും പറ്റുന്നില്ല. ഇനി എന്തായാലും ഒരേ ഒരു മാർഗമേ ഉള്ളൂ. തന്റെ മകളുടെ ജീവിതം നശിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്നുള്ള ഒരു ഉദ്ദേശം കൊണ്ട് തന്നെ സരയുവിനോടും ശാരിയോടും മനുവിനെ പറ്റിയുള്ള എല്ലാ സത്യങ്ങളും തുറന്നടിക്കാമെന്ന് കരുതുകയാണ്. കാരണം ഇന്നല്ലെങ്കിൽ നാളെ മനുവിനെ പറ്റിയുള്ള എല്ലാ സത്യങ്ങളും അവരറിയും. അപ്പൊ അത് ഇത്തിരി നേരത്തൂടെ ആയാലും കുഴപ്പമില്ല, അവർക്ക് ഇത്തിരി വിഷമിച്ചാലും തന്റെ മകളുടെ ജീവിതം രക്ഷിക്കാമല്ലോ എന്ന് രാഹുൽ ചിന്തിക്കുകയും ചെയ്യുകയാണ്. പക്ഷെ ഇതേ സമയത്താണെങ്കിൽ മനു ഈ കാര്യം മുന്നേ കൂട്ടി മനസ്സിലാക്കിയിരുന്നു. മനു ആണെങ്കിൽ ആ ഒരു കാര്യം രാഹുൽ അറിയിക്കുന്നതിന് മുന്നേ തന്നെ മനു എല്ലാ സത്യങ്ങളും പറയുന്നുണ്ട്. മനു പറയുകയാണ്, അതെ, അച്ഛനിപ്പോൾ അസുഖം വല്ലാതെ കൂടുതലാണ്, അതുകൊണ്ട് തന്നെ എന്നെ ഇപ്പൊ തീരെ കണ്ടുകൂടാ, എന്നെ ഇപ്പൊ വല്ലാത്ത ദേഷ്യമൊക്കെ തന്നെ. അതുകൊണ്ട് തന്നെ ആ ദേഷ്യം നമ്മുടെ കുഞ്ഞിനെ, അതായത് സരവിന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനോടും അച്ഛൻ കാണിക്കുന്നുണ്ട്. അച്ഛൻ നമ്മുടെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ പലവട്ടം ശ്രമിച്ചിരുന്നു. ഞാനാണ് ഒരു വട്ടം നിന്നെ ആ ഒരു ശ്രമത്തിൽ നിന്നും രക്ഷപ്പെടുത്തിയത്. ജ്യൂസിൽ വിഷം കലർത്തിയിരുന്നു നമ്മുടെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ എന്നുള്ള ഒരു സത്യമൊക്കെ നേരത്തെ തന്നെ മനു ശാരിയെയും സരയുനെയും അറിയിക്കുകയാണ്. അങ്ങനെ ശാരിക്കും സരയുനും രാഹുലിനോട് ഒരുപാട് ദേഷ്യം തോന്നുകയാണ്. എന്തായാലും അസുഖം കാരണമാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, അതുകൊണ്ട് അച്ഛനെ കുറ്റപ്പെടുത്താനൊന്നും നിൽക്കണ്ട. പക്ഷെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി, ഇനിയും ഇതിലും വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്ന് വരാം. അതുകൊണ്ട് തന്നെ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ആദ്യമേ പറയുന്നുണ്ട്. അങ്ങനെ രാഹുലിനെ മുഴുഭ്രാന്തനാക്കാനും അതുപോലെ തന്നെ തന്റെ നിലനിൽപ്പ് അത് ഉറപ്പിക്കാനും വേണ്ടിയാണ് മനു അങ്ങനെയൊക്കെ പറയുന്നത്. ഇനി എന്തായാലും രാഹുൽ ആ സത്യങ്ങളെല്ലാം ശാരിയോടും സരയിനോടും മനുവിനെ പറ്റിയുള്ള സത്യങ്ങൾ പറഞ്ഞാലും അവർ അതൊന്നും വിശ്വസിക്കില്ല. പകരം രാഹുലിനെ കൂടുതൽ വെറുക്കുകയാണ് ശാരിയും സരയും ചെയ്യുന്നത്. തന്റെ ലക്ഷ്യം നിറവേറുന്നത് വരെ മനു ഈ കളി മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.